ഇറാനെതിരെ ചാരയുദ്ധമാണ് ഇപ്പം നടക്കുന്നത്. പർവ്വതങ്ങൾ തിരഞ്ഞ് അമേരിക്ക നെട്ടോട്ടമോടുന്നു. മൊസാദിനെ വളഞ്ഞു പിടിച്ച് ഇറാൻ അറസ്റ്റ് ചെയ്യുന്നു. ചിലരൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. അതീവവും അപൂർവമായിരിക്കുന്ന സംഭവങ്ങളുടെ പരമ്പരയാണ് ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നടക്കുന്നത് എന്ന് ചുരുക്കം. ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്കും വിലയിരുത്താൻ പറ്റാത്ത വിധമാണ്. നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് യുദ്ധമില്ല? അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നില്ല. ഇറാൻ ആക്രമിക്കാത്തത് കൊണ്ട് ഇറാൻ ആക്രമിക്കുന്നില്ല. അത് വളരെ കൃത്യമായിരിക്കുന്ന സത്യമാണ്. രാഷ്ട്രീയ പ്രതലത്തിൽ നിന്ന് നോക്കിയാൽ അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ അപ്പുറമായ രീതിയിൽ ഇറാനെ തെരഞ്ഞുകൊണ്ട് ചാരസംഘം കൂട്ടത്തോടു കൂടി വ്യത്യസ്തമായിരിക്കുന്ന ഇറാൻ്റെ നഗര പ്രാന്ത പ്രദേശങ്ങൾ റോന്തു ചുറ്റുന്നു. ഇത് ഇറാൻ്റെ രഹസ്യ കേന്ദ്രം മണത്തറിയുന്നു. അവരെ വളഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി യൂണിഫോം പോലും ധരിക്കാത്ത വിധം രഹസ്യ പോലീസ് രംഗത്തിറങ്ങുന്നു. ഇതോടെ കാര്യം പുറത്താകുന്നു. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർ ലക്ഷ്യമാക്കുന്നത്, അതായത് അമേരിക്ക ലക്ഷ്യമാക്കുന്നത് അവരുടെ മിസൈൽ മേഖല തകർക്കുക എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് അവരത് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മിസൈൽ നിർമ്മിക്കുന്ന മേഖല അപ്പാടെ ഇല്ലാതാക്കുക. രണ്ടാമത്തത്, മിസൈൽ സൂക്ഷിക്കുന്ന മേഖല. ഈ ബാഹ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഇപ്പോഴത്തെ അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾക്കത് പറയാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ നമ്മളത് വായിക്കുന്നതാണ്, കേൾക്കുന്നതാണ്. സംഭവം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാര തർക്കമാണ്. അത് അധികാരം അമേരിക്കയ്ക്ക് കിട്ടണം. അമേരിക്ക ആയിരിക്കണം അവർ നിയന്ത്രിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഇറാൻ്റെ ഭൂപ്രദേശമാണ്, ഇറാൻ്റെ കടൽ ഭൂമിയാണ്. അത് അവർ വിട്ടു നൽകില്ല. തങ്ങളും ഒമാനും തമ്മിൽ രാജ്യാതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്തിൻ്റെ ഭാഗമെന്ന നിലക്ക് ഈ വിദേശ ശക്തികളായിരിക്കുന്ന അമേരിക്ക വന്ന് അതിൽ അധികാരം പറയുകയാണെങ്കിൽ ഞങ്ങളത് വിട്ടുകൊടുക്കുന്നേയില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. ആ നിലപാടിലൂടെയാണ് അതിലൂന്നിയിരിക്കുന്ന ചർച്ചാ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതുമാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ആണവായുധമാണ്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമ്പുഷ്ട യുറേനിയം 60% അത് 90% ഒരാഴ്ചയുടെ സമയമൊക്കെ യഥാർത്ഥത്തിൽ ഇറാൻ ആവശ്യമുള്ളൂ. തങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്ന രാജ്യമല്ല, തങ്ങൾക്ക് അതിന് താല്പര്യമില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറയുന്നു. എന്നാൽ അമേരിക്ക പറയുന്നു ആണവായുധം ഉണ്ടാക്കും, അതുകൊണ്ട് ഈ സമ്പുഷ്ട യുറേനിയം തങ്ങളെ ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ തങ്ങൾക്ക് വിശ്വാസമുള്ള മറ്റൊരാളെ ഏൽപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇറാൻ അതിന് മറുപടി പറഞ്ഞു, ഈ സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത് സമാധാന ആവശ്യത്തിലുള്ള ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അതിലിടപെടാൻ വേണ്ടി അമേരിക്ക അനുവദിക്കുകയില്ല, ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഘട്ടം, അതായത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇറാൻ അമേരിക്ക പറയുന്നേയില്ല. അതൊരു വിഷയമല്ല. വിഷയം ഇവിടെ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. കാര്യം ഇതാണ് ലോകാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക വിഷയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന മൂലബിന്ദു. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത് ലോകത്തെ നമ്മളടക്കമുള്ള ആളുകൾ യുദ്ധവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ആ രാജ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നമ്മൾ പോലും ആ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നത്. പെട്രോളിയത്തിൻ്റെ വില കൂടി, അത് ലോകാടിസ്ഥാനത്തിൽ കൂടിയതാണ്. അതിൻ്റെ കാരണം ഹോർമുസാണ്, അതല്ലാതെ അവർ ആണവായുധം ഉണ്ടാക്കുന്നതല്ല. ആണവായുധം ആ രാജ്യത്തിൻ്റെ പേഴ്സണലായിരിക്കുന്ന കാര്യമാണ്. അത് പിന്നീട് അമേരിക്കക്കും ഇറാനും തീരുമാനമാക്കാം. പക്ഷേ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ വല്ലാത്ത രീതി ഇടപെടൽ നടത്തുന്നു. ഇറാൻ. അങ്ങനെ ആ സമയത്ത് വിഷയങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയിൽ പോലും പെട്രോളിയത്തിന് വില കൂടുന്നു. ഇങ്ങനെയാവുന്ന സമയത്തുള്ള വിഷയം സങ്കീർണമാണ്. ആ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിൻ്റെ ഇടയിൽ ഈ പ്രശ്നം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അതോടുകൂടി ഇറാൻ ഈ മധ്യശ്രമത്തിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തിരിക്കുന്ന കാര്യം, ഇസ്രായേലിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് രഹസ്യമായ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി. അഥവാ ഇഷ്ടംപോലെ മൊസാദിൻ്റെ സംഘത്തെ ഇറാനിലെത്തിച്ചു. നമ്മൾ പറയുന്ന സമയത്ത് മൊസാദ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പൗരത്വമുള്ളവരാണ് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമല്ല. ഇറാനിലെ പൗരത്വമുള്ളവരുണ്ട്. ഇറാനികൾ അവർക്ക് പണം കൊടുക്കൂ എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഭീകരതയോട് താല്പര്യമുള്ള ആളുകൾ അതിൽ മയങ്ങിക്കൊണ്ട് ആ പ്രവൃത്തി ചെയ്തതെന്ന് വരും. പിന്നെ മറ്റ് പല രാജ്യങ്ങളിലുള്ളവരും ടൂറിസ്റ്റ് വിസക്കോ അല്ലെങ്കിൽ പഠന ആവശ്യത്തിനോ ബിസിനസ് ആവശ്യത്തിനോ അവിടെ എത്തിയിരിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ രാജ്യങ്ങളാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൗരന്മാരുണ്ടാകുക സ്വാഭാവികമാണല്ലോ. അവരെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെ അവിടെ തന്നെ പൗരത്വമുള്ള ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, അവരെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് സ്ഥിരീകരണ റിപ്പോർട്ടൊന്നുമല്ല. ഏതായിരുന്നാലും അവർ പറയുന്ന കാര്യങ്ങളാണ്. മൊസാദ് സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രാജ്യത്തിലുള്ള ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരാണ്. അവരെ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകി ഓരോരോ നഗരങ്ങളെയും ഓരോരോ പ്രാന്തപ്രദേശങ്ങളെയും സാധ്യതയുള്ള
ഈ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കുക. മിസൈൽ എവിടെ സൂക്ഷിക്കുന്നു, മിസൈൽ എവിടെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട്, അതിൽ ആ റിപ്പോർട്ടാണ് ചോർന്നു പോയത്. അവർ പറയുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഈ പ്രതലത്തിൽ നിന്ന് മിസൈൽ നിർമ്മിക്കുന്ന സംവിധാനം ഇപ്പോൾ ഇറാൻ ചെയ്യുന്നില്ല, അവർ നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തങ്ങൾ രാജ്യത്തുടനീളം വ്യത്യസ്ത തരത്തിലൊക്കെ തങ്ങൾ അന്വേഷിക്കുകയും അതേക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊസാദ് സംഘത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു, പ്രതല മേഖലകളിൽ മിസൈൽ ഫാക്ടറി പോലുള്ള സംവിധാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 100-ലധികം ഈ ഇറാനിലെ വ്യത്യസ്തമായിരിക്കുന്ന നഗരങ്ങളും പ്രദേശങ്ങളും തങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലതരത്തിലും പല രൂപത്തിലുമാണ് ആ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചത് എന്ന് പറയുന്നു. അതിൽ പറയുന്ന കാര്യം ഓട്ടോറിക്ഷ, ഈ ചെറിയ വാഹനങ്ങൾ, അതേപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ, പിന്നീട് കർഷകർ, അവിടുത്തെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, പിന്നീട് ഗവൺമെൻറ് തലത്തിലുള്ള ആളുകൾ, പിന്നെ ഈ പല മന്ത്രിമാരുടെ വാഹനങ്ങളിലെ ഡ്രൈവർമാരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്ന മറ്റുള്ളവരോ, അങ്ങനെ കുറച്ചൊരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. രാജ്യവുമായിട്ട് പലതരത്തിലും പല രീതിയിലും ബന്ധപ്പെട്ട ആളുകൾ, പിന്നെ യൂട്യൂബേഴ്സ് ഉണ്ടാവും, വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ, യൂട്യൂബേഴ്സ്, ആ ടീം തന്നെ ഒരുപാടുണ്ടാവും. അവരൊക്കെ പരമാവധി ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ചെന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അറിവ് തീർച്ചയായിട്ടും അവർക്കുണ്ടാവും. അങ്ങനെ പലതരത്തിലും തങ്ങൾ ശ്രമം നടത്തിയിട്ടും ഇങ്ങനെ ഒരു ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് തലത്തിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ട് ഗവൺമെൻറ് തലത്തിലേക്ക് വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു മിസൈൽ സംവിധാനം ഇറാനിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അവർക്ക് കയറാൻ പറ്റുന്ന മേഖലയൊക്കെ കയറിയിട്ട് പിന്നീട് രണ്ടാം ഘട്ടം അതിൽ പറയുന്ന കാര്യം, ഞങ്ങൾ സംശയിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: മിസൈൽ നിർമ്മിക്കുന്നതും സൂക്ഷിക്കുന്നതും അണ്ടർഗ്രൗണ്ടിലാണ്. മിസൈൽ സൂക്ഷിക്കുക മാത്രമല്ല നിർമ്മിക്കുന്നതും അത് വലിയ രീതിയിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന അല്ല ഉയരമുള്ള പർവ്വതങ്ങളുടെ തായ്വാരത്ത് ഗർത്തങ്ങൾ നിർമ്മിച്ചിട്ട്, ഗർത്തങ്ങൾ വെച്ചാൽ വലിയ രീതിയിലുള്ള ഗുഹകൾ പോലുള്ള സംവിധാനം നിർമ്മിച്ചിട്ട് അതൊരു യഥാർത്ഥത്തിൽ ഒരു സ്മാർട്ട് സിറ്റി പോലെ രൂപകൽപ്പന ചെയ്തിട്ടാണ് അവിടെ നിന്ന് മിസൈൽ നിർമ്മിക്കുന്നത്. മിസൈൽ സൂക്ഷിക്കുന്നത് സമാനമായ രീതിയിൽ മറ്റൊരു ഏരിയയിലാണ്. നിർമ്മിക്കപ്പെടുന്ന മേഖലകളിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതും, നിർമ്മിക്കപ്പെടുന്ന മേഖലയിൽ നിന്ന് മറ്റു മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഇത് 4-5 ഡിവൈഡായിട്ട് വിഭജിച്ച് കൊണ്ടുപോകുന്നു. അഥവാ ഒരു 1000 മിസൈൽ നിർമ്മിക്കുകയാണെങ്കിൽ സൂക്ഷിക്കപ്പെടുന്നത് ഒരു പക്ഷേ 5 സ്ഥലത്തെങ്കിലായിരിക്കും. ഒരേ സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങൾ തന്നെ വ്യത്യസ്ത സ്ഥലത്തുള്ള ഈ ഗുഹ പോലെയുള്ള അണ്ടർഗ്രൗണ്ടിൽ സൂക്ഷിക്കുന്നതായിരിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഇറാൻ ചെയ്തത്. അതുകൊണ്ട് അവിടെ പെട്ടെന്ന് അവരെ പിടികൂടാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല 100 മിസൈൽ അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 200 മിസൈൽ അവർ നിർമ്മിക്കുന്നു. ആയുധത്തിൻ്റെ കുറവില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. നിർമ്മിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും സൂക്ഷിക്കുന്നവരും ഉപയോഗിക്കുന്നവരും നിർദ്ദേശം നൽകുന്നതും വ്യത്യസ്തമാണ്. ഒന്നും തമ്മിൽ ബന്ധമില്ല. കുറച്ചുകൂടി വിശാലമായിട്ട് പറഞ്ഞാൽ, ഒരു ഫാക്ടറിയിൽ നിന്ന് ആയുധങ്ങൾ നിർമ്മിക്കുന്നു, ശരി, അത് ആയുധങ്ങൾ കരാർ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നു, അല്ല കൊടുക്കുന്ന ഒരു മറ്റൊരു വിഭാഗമാണ്. കൊടുത്ത് അവർ കൊണ്ടുപോകുന്നു, എന്നിട്ട് സൂക്ഷിക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ ഏൽപ്പിക്കുന്നു. ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല. ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സൈനികൻ യുദ്ധമുഖത്തുള്ള IRGC പോലെയുള്ള ഒരു സൈനികന് ഈ മിസൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഇത് എവിടെ വെച്ച് നിർമ്മിക്കുന്നു എന്നുള്ളതോ ഇത് എവിടെയാണ് സൂക്ഷിച്ചത് എന്നുള്ളതോ ആരാണ് എത്തിച്ചത് എന്നുള്ളതോ അറിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും ബന്ധമില്ലാത്ത സംവിധാനം ഒരുക്കിക്കൊണ്ട് വളരെ തന്ത്രപരമായ രീതിയിൽ ഇറാൻ ഈ കരുക്കൾ നീക്കുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. 1000-ഓ 1000-ലധികമോ മൊസാദ് സംഘം ഇപ്പോഴും ഇറാൻ്റെ അകത്തുണ്ട്. അനുമാനിക്കുന്നത് അങ്ങനെയാണ്. 3000 ആയിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞ. കുറേ ആൾക്കാർ പിടികൂടി, കുറേ ആൾക്കാർക്ക് വധശിക്ഷയാക്കി, കുറേ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിൽ പോയിട്ടുണ്ട്. അതിൽ ഏകദേശം 60-ലധികം
ഇവരുമായിട്ട് ജൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളവരെ പിടികൂടിയിട്ട് അവരെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇറാനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. മധ്യസ്ഥൻ മുഖാന്തരം ഒരു പക്ഷേ ആയിരിക്കും അങ്ങനെയൊക്കെ. അത് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി, വധശിക്ഷക്ക് വിധിച്ചിട്ടുള്ള ബോഡി പോലും നിങ്ങൾക്ക് തിരിച്ചു നൽകില്ല എന്നുള്ളതാണ്. ചോദ്യമായി ഉത്തരവായി. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവരെ രഹസ്യമായിരിക്കുന്ന പോലീസ് വളയുന്നു, പിടികൂടിയിട്ട് അവർക്ക് കനത്ത ശിക്ഷ നൽകുന്നത് മാത്രമല്ല, അവരിൽ നിന്ന് പരമാവധി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഈ കേന്ദ്രങ്ങളെക്കുറിച്ച്, ഇറാൻ്റെ രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $1 മില്യൺ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സൈലൻ്റ് ആണല്ലോ, ഇപ്പോൾ യുദ്ധം നടക്കുന്നില്ലല്ലോ. ആ യുദ്ധത്തിനിടയിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇത്രയും കഠോരമുള്ളതാണ് എന്നുള്ള വിവരം ഇപ്പോൾ ചോർന്നു വന്നിരിക്കുന്നു എന്ന് ചുരുക്കം.